എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ മക്കാവുവിൽ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് രാവിലെ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഗാലക്സി ഗ്രൂപ്പിൻ്റെ തന്നെ ഉള്ള ഒരു ഹോട്ടലാണ്. ബ്രോഡ്വേ മക്കാവ്. ആ സൈഡ് സൂക്ഷിച്ചെടുക്കും. ഫുൾ ഗ്ലാസ്സിൽ കാണിച്ച് ഗ്രാൻഡ് എംപറർ ഹോട്ടൽ. ഞങ്ങൾ റൂയിൻ ചർച്ചിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ചർച്ചുണ്ട്. ചർച്ചിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ചർച്ചിന്റെ റൂയിൻസ് ആണ്. അതിന്റെ ഫ്രെയിം വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം അവർ നശിപ്പിച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള ഒരു ഫേമസ് അട്രാക്ഷനാണ്. ഇവിടെ യുദ്ധം. ഇയാളെന്തിനാ ഇത് വെച്ചേക്കുന്നു? ഇത് എക്സിബിഷൻ റൂമാണ്. We are May 15. May 15. Yeah. No. Cannot. Sorry. May 15 is a Buddha's birthday. Tokens are the few guests who picture. We will have some lion dancing, dog and dancing. ഡാഡി എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാം എഴുതിയിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാവോ? പഴയ ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, കല്ല് പതിച്ച് ഇങ്ങനെ ഇതുണ്ടാക്കിയ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. താഴെ വരെ ഇറങ്ങി വേണമെങ്കിൽ ഒന്ന് കയറാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോ ഇതിനകത്ത് ഓരോ ആൾക്കാർ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഈ ബോള് മാത്രമേ ഇപ്പം നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണ്. എന്താ പറഞ്ഞേ? ഇവിടെ ആൾക്കാർ ഭയങ്കരമായിട്ടുണ്ട്. അധികം നേരം അങ്ങനെ നിർത്തത്തില്ല, പെട്ടെന്ന് പോകാം. ഇതൊക്കെ ഈ ചർച്ചിൻ്റെ റൂയിൻസിൻ്റെ റിമെയിൻസ് ആണ്. ഇതൊക്കെ അവർ ഗ്ലാസ്സിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുക. Tomb, side naval tombs, division of the ISIS showing probably location of columns, remains of original paving. ഇവിടെ അതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തൂണുകളൊക്കെ ആയിരുന്നു തോന്നുന്നു ഈ സൈഡിലൊക്കെ. ഇത് ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണോ? അല്ലല്ല, ആണോ? താഴോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ എന്താ നോക്കിയിട്ട് വരാം. അവിടെ എന്തൊക്കെയാണ് ഇറങ്ങിപ്പോകുന്ന സ്ഥലം. അതിനകത്തോടെ കയറാൻ പറ്റുമോ ഇങ്ങനെ? അവിടെ ഡോറൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ. ഇതാണ് ആദ്യത്തെ ചാപ്പലുണ്ടായിരുന്ന ലൊക്കേഷനായിരിക്കും. ഇയർ 1835 ഒരു വലിയ ഉണ്ടായ തീപിടുത്തത്തിലാണ് ഈ ചർച്ച് നശിച്ചു പോയത്. അന്ന് വരെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു പള്ളികളിലൊന്നായിട്ട് ഈ പള്ളി കരുതപ്പെടുന്നു. ഇത് വാളിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ കുറേ മാർക്കിങ്സ് ഒക്കെ ആണ്. എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നത്തില്ല കേട്ടോ. അത്ര നല്ല ഒരു വൈബാണ്.
ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്നുണ്ട് എന്നാണ് കണക്ക്. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ വന്നതാണ്. എന്നിട്ടും ഇവിടെ ഇപ്പോൾ ജനപ്രവാഹമാണ്. പ്രത്യേകിച്ച് കാത്തലിക്സിനൊക്കെ ഒരു പുണ്യസ്ഥലം കൂടെയാണ് ഇത്. അവർ പ്രാർത്ഥിക്കുന്നതും മറ്റും കാണാമായിരുന്നു. വലിയ ഗ്രൂപ്പുകളായിട്ട് അനേകർ ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അതിൽ പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് എന്ന് പറയേണ്ടി വരും. പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടേക്ക് ഒരു ഫോട്ടോ എടുക്കാം. നല്ല കളറല്ലേ ഫോട്ടോ മക്കാവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് റൂയിൻസ് എന്ന് പറയുന്ന ഈ സ്ഥലം. പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച ഈ പള്ളി അവരുടെ മറ്റ് പള്ളികളിൽ വെച്ച് ഏറ്റവും വലിയൊരു പള്ളി. അത് 7 അത്ഭുതങ്ങളിലൊന്നായിട്ട് ഈ ചർച്ച് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് പല രാജ്യങ്ങൾ സന്ദർശിക്കുന്ന യാത്രക്കാരെ ഈ ചർച്ച് റൂയിൻസ് കാണാൻ വരുന്നതിൽ യാതൊരു അത്ഭുതവും പറയാനില്ല. അത്രമാത്രം ഒരു വലിയ ചർച്ച് ആണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റർ എടുക്കാൻ ഈ ചർച്ചിനോട് ചുറ്റിപ്പറ്റി കുറേ ചെറിയ കടകളൊക്കെ ഈ ഗിഫ്റ്റുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അവിടുന്ന് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളും വാങ്ങിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.